എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത് പുതിയ മോട്ടോ റേസർ 40 എന്ന് പറഞ്ഞ ഫോണിൻ്റെ മെയിൻ ക്യാമറ വെച്ചിട്ടാണ്. ആ ഫോൺ നമുക്ക് ഫ്ലിപ്പ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഫോണാണ്. അത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് ഫോൺ ഇരിക്കുന്നതെന്നൊക്കെ. അപ്പോൾ എന്തായാലും ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു വീഡിയോ ടെസ്റ്റും ഒരു ഓഡിയോ ക്വാളിറ്റി ടെസ്റ്റൊക്കെ നടത്താമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതാണ് ലോ ലൈറ്റ് നിൽക്കുമ്പോൾ നമ്മളൊരു അങ്ങനെ ഉണ്ടാവും. അതുപോലെ തന്നെ ലൈറ്റിലേക്ക് വരുമ്പോഴുള്ള ഡിഫറൻസ് ഇത് നാച്ചുറൽ ലൈറ്റാണ്, അല്ലാണ്ട് ആർട്ടിഫിഷ്യൽ ലൈറ്റൊന്നുമില്ല. നാച്ചുറൽ ലൈറ്റാണ്, സൺലൈറ്റാണ്. നമുക്കിനി പുറത്തൊക്കെ പോയി ടെസ്റ്റ് ചെയ്ത് നോക്കണം എങ്ങനെ ഉണ്ടെന്ന്. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ക്യാമറ അതാണ് ഞാൻ റിവ്യൂ എന്നൊക്കെ വായിച്ചത്. ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിൽ ഡിസ്പ്ലേ ഉള്ളതുകൊണ്ട് നമുക്ക് അതിലേക്ക് നോക്കി സംസാരിക്കാം. അപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് എന്താ പറയുക, ഒരു സ്ക്രീനിൽ നോക്കി സംസാരിക്കുമ്പോൾ നമ്മുടെ കണ്ണിൻ്റെ അലൈൻമെൻ്റ് ഒന്നും മാറില്ല. അപ്പോൾ ചില വീഡിയോയിലൊക്കെ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കോങ്കണ്ണുള്ള പോലെ തോന്നും. നമ്മൾ നോക്കുന്നത് കണ്ണ് അങ്ങോട്ടും നോക്കുന്നത് ഇങ്ങോട്ടൊക്കെ ആയിട്ട് അതുപോലെ ഇരിക്കും. അപ്പോൾ ഇങ്ങനൊരു ഇതിലൊരു പ്രശ്നം അങ്ങനെ ഉണ്ടാവില്ല എന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയി പ്ലേസ് ചെയ്യാം. ജസ്റ്റ് വെച്ചു. കുറച്ച് ബുദ്ധിമുട്ടാണ് എന്നാലും. പക്ഷേ മറ്റേ പോർട്രേറ്റ് മോഡിൽ വെച്ച് കഴിഞ്ഞാൽ ശരിക്കും ഇരിക്കും കേട്ടോ. എല്ലാം താഴെ വയ്ക്കാമല്ലോ. ഇപ്പോൾ ചെരിഞ്ഞിരിക്കുന്നു, ഓക്കെ. പിന്നെ കാണാനില്ല. എന്തെങ്കിലും മുകളിൽ വെക്കണം, അപ്പോൾ ഓക്കെ ആയിരിക്കും. ഓക്കെ. സാധനം മൊബൈൽ സ്റ്റാൻഡ് ഉണ്ട്. മൊബൈൽ സ്റ്റാൻഡിന് മുകളിൽ വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആയിരിക്കും. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പറയുന്നത് ജസ്റ്റ് ടേബിളിൻ്റെ മുകളിൽ വെച്ചിരിക്കുകയാണ്, ഒരു കേസിൻ്റെ മുകളിൽ. നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോയിട്ട് സേഫായിട്ട് പ്ലേസ് ചെയ്യാം. അത് ജസ്റ്റ് നമ്മൾ സാധാരണ ക്യാമറ ഒക്കെ എടുക്കുന്ന പോലെ ഇതുപോലെ കയ്യിലെടുക്കാം, നമുക്ക് നടക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ മെയിൻ ക്യാമറ കൊണ്ടുള്ളത് നമ്മൾ വീഡിയോസിന് ഭയങ്കര ക്ലാരിറ്റി ആയിരിക്കും. പിന്നെ അല്ലാണ്ട് സെൽഫി ക്യാമറാസിലെടുക്കുന്ന അതുപോലെ ആയിരിക്കില്ല. ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കറക്റ്റായിട്ട് നമ്മൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ കറക്റ്റായിട്ട് കിട്ടും. പിന്നെ പുറത്തൊക്കെ പോയി ടെസ്റ്റ് ചെയ്യണം. അതായത് ഞാനിപ്പോൾ സാധനം കയ്യിൽ കിട്ടിയാണോ, അതുകൊണ്ടാണ് നോക്കിയതാണ്. അപ്പോൾ എനിക്ക് കണ്ടിട്ട് അത്യാവശ്യം പ്രശ്നമൊന്നുമില്ല, നല്ല ക്ലാരിറ്റിയുള്ള ഒരു ക്യാമറ പോലെ തോന്നുന്നുണ്ട്. ഇനിയിപ്പോൾ അത് വീഡിയോ എടുത്തു കഴിഞ്ഞ ശേഷം നമ്മൾ എഡിറ്റ് ചെയ്യുമ്പോൾ ഞാനുണ്ടെന്ന് നോക്കാം. ഒരു ചെറിയ ഷോർട്ട് വീഡിയോ ഇടാൻ വിചാരിച്ചിട്ടതാണ്. ജസ്റ്റ് ക്യാമറ അൺപാക്കിംഗ് എന്നൊക്കെ ഞാൻ അതിൽ കാണിച്ചു തരാം. Motorola Razr 40. Okay. You still didn't get it? No, I don't know. That's earbuds. Oh, the phone? You need. I hope this is the one that I really want. Yes. Switch on.
അപ്പോൾ എന്തായാലും അടുത്ത കുറേ മൂവി വീഡിയോസൊക്കെ ചെയ്യാൻ ഈ ക്യാമറ സഹായിക്കും. നല്ല ഫ്രണ്ട് ക്യാമറ നല്ല അടിപൊളി ക്ലാരിറ്റിയാണ്. ഫ്രണ്ട് ക്യാമറ അല്ല, മീൻസ് ബാക്ക് ക്യാമറ. ഫ്രണ്ട് ക്യാമറ നോക്കണം. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. ബൈ ബൈ.